കല്ലായിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 ബയോളജി ക്ലാസ്സിൽ ഉച്ചമയക്കത്തിന്റെ ആലസ്യം ഒരു നേർത്ത പുതപ്പുപോലെ കുട്ടികളെ പൊതിഞ്ഞു. പുറത്ത് ജൂലൈ മാസത്തിലെ ചാറ്റൽ മഴ ഭൂമിയെ തണുപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ക്ലാസ്സിനുള്ളിൽ ഫിസിക്സിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന പാഠം പലരുടെയും തലയിൽ തീ കോരിയിട്ടു. വർഗീസ് സാറിന്റെ കഷണ്ടിക്കയറിയ നെറ്റിയിൽ വിയർപ്പുതുള്ളികൾ പൊടിഞ്ഞു. So can anyone derive the expression for the electric potential due to a dipole at an equatorial point? ക്ലാസ്സിൽ ശ്മശാനമൂകത. മുൻബെഞ്ചിലിരിക്കുന്ന മിടുക്കരായ കുട്ടികൾ പോലും പുസ്തകത്തിൽ നിന്നും തലയുയർത്തിയില്ല. ആർക്കും ഉത്തരമില്ലായിരുന്നു. വർഗീസ് സാറിന്റെ മുഖത്ത് നിരാശ പടർന്നു. അപ്പോഴാണ് ക്ലാസിന്റെ ഏറ്റവും പിന്നിലെ ജനലരികിലുള്ള ബെഞ്ചിൽ നിന്നും ഒരു ശബ്ദം ഉയർന്നത്. സർ, ഞാൻ ശ്രമിക്കാം. എല്ലാ തലകളും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു. അത് ഷാഹിനായിരുന്നു. അവന്റെ ഉമ്മ പലതവണ തയ്ച്ച് നിറം മങ്ങിയ കുപ്പായവും ചുമരിൽ ചാരിവെച്ച പഴയ സൈക്കിളും ഹോസ്റ്റലിൽ നിന്ന് കഴിക്കുന്ന ഉച്ചഭക്ഷണത്തിന്റെ മടുപ്പും അവനെ പലപ്പോഴും അദൃശ്യനാക്കിയിരുന്നു. പക്ഷേ അവന്റെ കണ്ണുകളിലെ തിളക്കത്തിനു മാത്രം ഒരു മങ്ങലുമുണ്ടായിരുന്നില്ല. ഷാഹിൻ എഴുന്നേറ്റ് നിന്നു. അവന്റെ ശബ്ദത്തിൽ ഒരു തരിമ്പു പോലും ഭയമുണ്ടായിരുന്നില്ല. അവൻ ആ വലിയ ഡെറിവേഷൻ വെള്ളം പോലെ ഒഴുകിപ്പോകുന്ന വാക്കുകളിൽ ഓരോ സ്റ്റെപ്പും കൃത്യമായി വിശദീകരിച്ച് പറഞ്ഞു തുടങ്ങി. അവന്റെ ചുറ്റുമിരുന്ന് ഉറക്കം തൂങ്ങിയവർ അത്ഭുതത്തോടെ അവനെ നോക്കി. വർഗീസ് സാറിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. മുൻനിരയിലെ ബെഞ്ചിലിരുന്ന് ലൈലയും ആ ശബ്ദത്തിന് കാതോർത്തു. ഓരോ തവണ ഷാഹിൻ ക്ലാസ്സിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോഴും അവൾക്ക് അത്ഭുതമാണ്. എങ്ങനെയാണ് ഇത്രയധികം ഇല്ലായ്മകൾക്കിടയിലും ഒരാൾക്ക് ഇത്രയേറെ തിളങ്ങാൻ കഴിയുന്നത്? അവന്റെ കയ്യിലെ പഴയ പുസ്തകത്തിലെ താളുകൾ മഞ്ഞച്ചിരുന്നു. പക്ഷേ അതിലെ അറിവുകൾക്ക് പുതിയ പുസ്തകങ്ങളെക്കാൾ മൂർച്ചയുണ്ടായിരുന്നു. ക്ലാസ് വിട്ടപ്പോൾ ലൈല പുസ്തകങ്ങളുമായി ഷാഹിന്റെ അടുത്തേക്ക് നടന്നു. അവളുടെ ഈ നീക്കം പലപ്പോഴും അവളുടെ മുറച്ചെറുക്കനായ ജലീലിനെ പ്രകോപിപ്പിക്കാറുണ്ടായിരുന്നു. ഇത്തവണയും പതിവ് തെറ്റിയില്ല. ലൈല! ജലീലിന്റെ ശബ്ദം ഒരലർച്ച പോലെ പിന്നിൽ നിന്നുയർന്നു. ആ കീറക്കുപ്പായക്കാരനോട് നിനക്കെന്താണിത്ര സംസാരിക്കാൻ? ഷാഹിന്റെ മുഖം വിളറി. അവൻ പുസ്തകങ്ങളുമായി തിരിഞ്ഞു നടക്കാൻ ശ്രമിച്ചു. പക്ഷേ ലൈലയുടെ ശബ്ദം അവനെ തടഞ്ഞു. ജലീൽ, ഇത് ക്ലാസ്സിലെ കാര്യമാണ്. ഷാഹിൻ എന്റെ സഹപാഠിയാണ്. അവളുടെ ശബ്ദം ശാന്തമായിരുന്നെങ്കിലും അതിലൊരു മൂർച്ചയുണ്ടായിരുന്നു. സഹപാഠിയോ? ഇവനൊക്കെ നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നവനാണോ? എന്റെ പെങ്ങൾക്ക് സംസാരിക്കാൻ വേറെ ആണുങ്ങളില്ലേ നാട്ടിൽ? ജലീൽ ഷാഹിനെ അടിമുടി നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. ഷാഹിന്റെ കണ്ണുകളിൽ ഒരു നിമിഷം വേദനയുടെ കനൽ മിന്നിമറഞ്ഞു. അവനൊന്നും മിണ്ടാതെ വേഗത്തിൽ നടന്നുപോയി. ലൈലയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുത് ജലീൽ. ആളുകളുടെ വില നിശ്ചയിക്കുന്നത് അവരുടെ കീശയുടെ കനം നോക്കിയല്ല, തലച്ചോറിലെ അറിവ് നോക്കിയാണ്. അത്രയും പറഞ്ഞ് അവൾ ജലീലിനെ മറികടന്ന് മുന്നോട്ട് നടന്നു. വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലേക്കുള്ള വഴിയിൽ പഴയ ആൽമരച്ചുവട്ടിൽ ഷാഹിൻ സൈക്കിളുമായി നിൽക്കുന്നുണ്ടായിരുന്നു. ടയർ പഞ്ചറായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുകയായിരുന്നു അവൻ. ലൈല അതുവഴി നടന്നു പോകുമ്പോൾ അവനെ കണ്ടു. അവൾ ഒരു നിമിഷം മടിച്ചു നിന്നു. പിന്നെ അവന്റെ അടുത്തേക്ക് ചെന്നു. എന്തുപറ്റി ഷാഹിൻ? സൈക്കിൾ പഞ്ചറായി. അവന്റെ ശബ്ദം നേർത്തിരുന്നു. അവൾ ചുറ്റും നോക്കി. അടുത്തൊന്നും സൈക്കിൾ കടയിലായിരുന്നു. ഇനി എങ്ങനെ വീട്ടിൽ പോകും? നടന്നു പോകാം. കുറച്ചു ദൂരമുണ്ട്, അവൻ ഒരു വിഷാദച്ചിരിയോടെ പറഞ്ഞു. അപ്പോഴാണ് ലൈലയുടെ കാർ അതുവഴി വന്നത്. ഡ്രൈവർ അലിയാർക്ക അവളെ കണ്ടതും കാർ നിർത്തി. ലൈലയ്ക്കൊരാശയം തോന്നി. ഷാഹിൻ, ഈ സൈക്കിൾ ഇവിടെ വെച്ചോ. നാളെ രാവിലെ അലിയാർക്കയെ വിട്ട് ഞാനിത് കടയിൽ കൊടുത്തോളാം. നീ ഇപ്പോൾ എന്റെ കൂടെ കാറിൽ വാ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. അയ്യോ, അത് വേണ്ട ലൈല, ഞാൻ ഒപ്പിച്ചു പൊയ്ക്കോളാം. അവന്റെ ആത്മാഭിമാനം അവളെ എതിർത്തു. ഒരു സഹായമല്ലേ ഷാഹിൻ? ഇന്ന് നീ വർഗീസ് സാറിനെ ഒരു ഡെറിവേഷൻ പറഞ്ഞ് സഹായിച്ചില്ലേ? അതുപോലെ. അവൾ പുഞ്ചിരിച്ചു. അവളുടെ ആ ചിരിക്ക് മുന്നിൽ അവനിലെ എല്ലാ എതിർപ്പുകളും അലിഞ്ഞില്ലാതായി. അവൻ മടിച്ചു കാറിൽ കയറി. അബൂബക്കർ സാഹിബിന്റെ വീടിന്റെ മുന്നിൽ കാർ നിർത്തിയപ്പോൾ സിറ്റൌട്ടിൽ ആരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്ന ജലീൽ അവരെ കണ്ടു. അവൻ ദേഷ്യത്തിൽ പല്ലിറുമ്മി. കാറിൽ നിന്നിറങ്ങിയ ഷാഹിൻ ലൈലയ്ക്ക് നന്ദി പറഞ്ഞ് തന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. ആ രാത്രി ലൈല അവളുടെ പഠനമുറിയിലിരുന്ന് ഒരു ഇംഗ്ലീഷ് പ്രസംഗം തയ്യാറാക്കുകയായിരുന്നു.
ദ പവർ ഓഫ് ഡ്രീംസ് എന്നായിരുന്നു വിഷയം. അവൾക്ക് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. അവളുടെ മനസ്സിലേക്ക് അപ്പോൾ കടന്നുവന്നത് ഷാഹിന്റെ മുഖമായിരുന്നു. ദാരിദ്ര്യത്തിന്റെ എല്ലാ കനൽ വഴികളും താണ്ടി സ്വപ്നങ്ങളെ മാത്രം മുറുകെ പിടിച്ചു നടക്കുന്ന ഒരു പയ്യൻ. അവന്റെ ജീവിതം തന്നെയായിരുന്നില്ലേ ആ വിഷയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം? അവൾ പേനയെടുത്തു. എന്നിട്ട് എഴുതി തുടങ്ങി. ഡ്രീംസ് ആർ നോട്ട് വാട്ട് യു സീ ഇൻ സ്ലീപ്പ്, ദേ ആർ ദ തിങ്സ് ദാറ്റ് ഡു നോട്ട് ലെറ്റ് യു സ്ലീപ്പ്. പുറത്ത് മഴ തോർന്നിരുന്നു. കല്ലായിപ്പുറം ഗ്രാമം നിദ്രയിലാണ്ടു. പക്ഷേ 2 വീടുകളിലെ 2 മുറികളിൽ വെളിച്ചം അണഞ്ഞിരുന്നില്ല. ഒന്നിൽ ഒരു വലിയ സ്വപ്നലോകം പണിയുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. മറ്റൊന്നിൽ ആ സ്വപ്നലോകത്തേക്ക് ഒരു നാൾ എത്തുമെന്ന് വാശിയോടെ പഠിക്കുന്ന ഒരു ആൺകുട്ടിയും. അവർക്കിടയിൽ സൗഹൃദത്തിന്റെയും അതിലുപരി എന്തോ ഒന്നിന്റെയും ഒരു നേർത്ത നൂൽപാത രൂപപ്പെടുകയായിരുന്നു. ഓട്ട് സ്കൂൾ വാർഷികത്തിന്റെ അന്ന് കല്ലായിപ്പുറം ഗവൺമെന്റ് സ്കൂളിന്റെ മുറ്റമാളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഷാഹിൻ സദസ്സിന്റെ ഒരറ്റത്ത് ഒരു മരച്ചുവട്ടിൽ ഒതുങ്ങി നിന്നു. അവന്റെ കണ്ണുകൾ സ്റ്റേജിൽ അടുത്തതായി പ്രസംഗിക്കാൻ പോകുന്ന ലൈലയെ തിരയുകയായിരുന്നു. അവൾ സ്റ്റേജിലേക്ക് കയറി വന്നപ്പോൾ സദസ്സിൽ ഒരു നേർത്ത ഇളക്കമുണ്ടായി. ഇളം നീല നിറമുള്ള ഒരു ചുരിദാറായിരുന്നു അവളുടെ വേഷം. മൈക്കിന് മുന്നിൽ നിന്നപ്പോൾ ഒരു നിമിഷം അവളുടെ കണ്ണുകൾ സദസ്സിലൂടെ പാഞ്ഞു. ഒടുവിൽ മരച്ചുവട്ടിൽ നിൽക്കുന്ന ഷാഹിനിലെത്തിയപ്പോൾ ആ കണ്ണുകൾ ഒരു നിമിഷം നിശ്ചലമായി. ഒരു നേർത്ത പുഞ്ചിരി അവളുടെ ചുണ്ടിൽ വിരിഞ്ഞു. അവൾ പ്രസംഗിച്ചു തുടങ്ങി. ദ പവർ ഓഫ് ഡ്രീംസ്. അവളുടെ ഇംഗ്ലീഷ് മനോഹരമായിരുന്നു. പക്ഷെ ഷാഹിനെ പിടിച്ചുലച്ചത് ആ വാക്കുകളിലെ ആശയങ്ങളായിരുന്നു. അവൾ പറഞ്ഞ ഓരോ വാക്കും അവനെക്കുറിച്ചാണെന്ന് തോന്നി. ദാരിദ്ര്യമോ സാഹചര്യങ്ങളോ അല്ല നമ്മുടെ സ്വപ്നങ്ങൾക്ക് അതിർവരമ്പിടേണ്ടത്. നമ്മുടെ ഉള്ളിലെ തീയാണ്. അവൾ പറയുമ്പോൾ അവളുടെ നോട്ടം നേരെ അവന്റെ നേരെയായിരുന്നു. പ്രസംഗം കഴിഞ്ഞ് സദസ്സ് കരഘോഷം കൊണ്ട് നിറഞ്ഞപ്പോൾ ഷാഹിൻ അറിയാതെ കൈയടിച്ചുപോയി. അവന്റെ കൽബ് അഭിമാനം കൊണ്ട് നിറഞ്ഞു. പ്രോഗ്രാം കഴിഞ്ഞു മടങ്ങുമ്പോൾ ജലീൽ അവന്റെ വഴി തടഞ്ഞു. എന്താടാ, നിന്നെക്കുറിച്ചാണോ അവളുടെ പ്രസംഗം? വലിയ സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ടല്ലേ? നിന്നെപ്പോലുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് നിന്റെ കീറിയ കുപ്പായത്തിന്റെ വിലയേ ഉണ്ടാകൂ, അവൻ പുച്ഛത്തോടെ പറഞ്ഞു. ഷാഹിൻ ഒന്നും മിണ്ടിയില്ല. അവൻ ജലീലിനെ മറികടന്ന് മുന്നോട്ട് നടന്നു. അവന്റെ മനസ്സിൽ ലൈലയുടെ വാക്കുകൾ ഒരു മന്ത്രം പോലെ മുഴങ്ങുന്നുണ്ടായിരുന്നു. അക്കൊല്ലത്തെ വലിയ പെരുന്നാളിന് പതിവിലും ആഘോഷം കൂടുതലായിരുന്നു. കല്ലായിപ്പുറം പള്ളിപ്പറമ്പിൽ വലിയൊരു നേർച്ച നടന്നു. കച്ചവടക്കാരും മധുരപലഹാരങ്ങൾ വിൽക്കുന്നവരും വളക്കച്ചവടക്കാരും ആ സ്ഥലം ഒരു ഉത്സവപ്പറമ്പാക്കി മാറ്റി. ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് ഷാഹിൻ അവളെ വീണ്ടും കണ്ടു. മൈലാഞ്ചിയിട്ട കൈകളിൽ ചില്ലുവളകളണിഞ്ഞ് കൂട്ടുകാരികളോടൊപ്പം അവൾ നടന്നു നീങ്ങുകയായിരുന്നു. അവനെ കണ്ടതും അവൾ നിന്നു. പെരുന്നാൾ വിശേഷമൊന്നുമില്ലേ ഷാഹിൻ? നന്നായി പോകുന്നു. എൻട്രൻസ് പരീക്ഷയ്ക്ക് നന്നായി പഠിക്കുന്നുണ്ടോ? ഉവ്വ്. അവൾ അവനൊരു മധുരമുള്ള ജിലേബി വാങ്ങി നീട്ടി. ഇത് കഴിച്ചോ, പരീക്ഷയ്ക്ക് നല്ല മധുരമുള്ള വിജയം കിട്ടട്ടെ. അവൻ മടിച്ചു നിന്നു. വേണ്ട ലൈല, ഇതൊരു തുടക്കം മാത്രം. പരീക്ഷ ജയിച്ചാൽ എനിക്ക് ബിരിയാണി വേണം, മറക്കരുത്, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ ചിരിയിൽ ആൾക്കൂട്ടത്തിന്റെ ബഹളങ്ങൾക്കിടയിലും അവൻ ഒരു നിമിഷം എല്ലാം മറന്നു നിന്നു. പക്ഷേ ലൈലയുടെ വീട്ടിലെ സന്തോഷങ്ങൾക്ക് മേൽ കരിനിഴൽ വീണു തുടങ്ങിയിരുന്നു. അബൂബക്കർ സാഹിബ് കൂടുതൽ സമയവും മൗനിയായി കാണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ബിസിനസ് പങ്കാളികൾ ദുബായിൽ നിന്നും വിളിക്കുമ്പോൾ അദ്ദേഹം മുറിക്കുള്ളിൽ കയറി വാതിലടച്ച് സംസാരിച്ചു. ഒരു ദിവസം രാത്രി ടെറസിൽ പുസ്തകം വായിക്കുകയായിരുന്ന ലൈല താഴെ സിറ്റൗട്ടിൽ അച്ഛൻ ആരോടോ ഫോണിൽ പൊട്ടിത്തെറിക്കുന്നത് കേട്ടു. നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നു. എന്റെ എല്ലാ സമ്പാദ്യവും നിങ്ങൾ കാരണം നശിച്ചു. അദ്ദേഹത്തിന്റെ ശബ്ദം ഇടറിയിരുന്നു. ലൈലയുടെ മനസ്സിൽ ആദ്യമായി ഭയത്തിന്റെ ഒരു വിത്ത് മുളച്ചു. പിറ്റേ ദിവസം അവരുടെ പറമ്പിന്റെ ഒരു ഭാഗം വിറ്റതായി അവൾ അറിഞ്ഞു. ഉമ്മയോട് ചോദിച്ചപ്പോൾ ബാപ്പയ്ക്ക് ബിസിനസ്സിൽ ചെറിയൊരു പ്രശ്നം എന്ന മറുപടി മാത്രമാണ് കിട്ടിയത്. +2 പരീക്ഷയുടെ ചൂടിലേക്ക് സ്കൂൾ കടന്നതോടെ എല്ലാവരും തിരക്കിലായി. അവസാന പരീക്ഷയുടെ ദിവസം ക്ലാസ്സിൽ നിന്നിറങ്ങുമ്പോൾ ലൈല ഷാഹിന് നേരെ തിരിഞ്ഞു. ഓൾ ദ ബെസ്റ്റ് ഷാഹിൻ, നന്നായി എഴുതണം. ലൈലയ്ക്കും എല്ലാ ആശംസകളും. അവർ പരസ്പരം ആശംസകൾ കൈമാറി പിരിഞ്ഞു. ആ അവധിക്കാലം ഷാഹിന് പഠനത്തിന്റെ നാളുകളായിരുന്നു. അവൻ രാവും പകലും എൻട്രൻസ് പരീക്ഷയ്ക്കായി തയ്യാറെടുത്തു. ഓരോ തവണ ക്ഷീണിക്കുമ്പോഴും ലൈലയുടെ മുഖവും ബിരിയാണിയുടെ വാഗ്ദാനവും അവന് ഊർജം നൽകി.
ഒടുവിൽ ഫലം വന്നു. ഷാഹിൻ +2 പരീക്ഷയിൽ സ്കൂളിലെ ഒന്നാമനായി. കല്ലായിപ്പുറം ഗ്രാമം അവനെക്കുറിച്ചാണ് സംസാരിച്ചത്. അവന്റെ ഉമ്മയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. പക്ഷെ ഷാഹിന്റെ മനസ്സ് തുടിച്ചത് മറ്റൊരു വാർത്ത കേൾക്കാനായിരുന്നു. എൻട്രൻസ് പരീക്ഷയുടെ ഫലം. അതും വന്നു. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസിൽ അവന് സംസ്ഥാന തലത്തിൽ ഉന്നത റാങ്ക്. അവന് ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു. അവൻ നേരെ ചായക്കടയിലേക്ക് ഓട്ടി. അവിടെ നിന്നും ഒരു വലിയ ബോക്സിൽ ലഡ്ഡു വാങ്ങി. ഈ സന്തോഷം ആദ്യം അറിയിക്കേണ്ടത് ലൈലയെയാണ്. അവൾ നൽകിയ പണം കൊണ്ടാണ് താൻ ഈ ലോകത്തേക്ക് ചിറകടിച്ചുയർന്നത്. അവൻ കിതച്ചുകൊണ്ട് അവളുടെ വീടിന് മുന്നിലെത്തി. പക്ഷേ ആ വലിയ ഗേറ്റ് അടഞ്ഞുകിടന്നു. ഗേറ്റിന് തുരുമ്പിച്ച ഒരു പുതിയ പൂട്ട്. വീടിന്റെ ജനലുകളെല്ലാം അടഞ്ഞുകിടക്കുന്നു. മുറ്റത്ത് കരിയിലകൾ വീണടിഞ്ഞിരിക്കുന്നു. ആ വീട് ഒരുപാട് നാളായി ആൾത്താമസമില്ലാത്ത പോലെ തോന്നി. അവന്റെ ഹൃദയം പെരുമ്പറ കൊട്ടാൻ തുടങ്ങി. അവൻ ഗേറ്റിൽ തട്ടി വിളിച്ചു, ലൈല. ഒരു മറുപടിയുമില്ല. അയൽപ്പക്കത്തെ വീട്ടിലെ ഒരു പ്രായമായ സ്ത്രീ അവനെ കണ്ടു. ആരാ മോനെ? ഇവിടെ ലൈലയും കുടുംബവും. അവന്റെ വാക്കുകൾ മുറിഞ്ഞു. അവര് പോയല്ലോ മോനെ. കഴിഞ്ഞ മാസം ഒരു രാത്രി എല്ലാം കെട്ടിപ്പെറുക്കിപ്പോയി. വലിയ കടം കയറി നാടുവിട്ടതാണെന്നാ എല്ലാരും പറയുന്നേ, ആ സ്ത്രീ പറഞ്ഞു. ഷാഹിന്റെ കയ്യിലിരുന്ന ലഡ്ഡുവിന്റെ ബോക്സ് താഴെ വീണു. അതിലെ മധുരം മണ്ണിൽ ചിതറി. അവന്റെ തല കറങ്ങുന്നതുപോലെ തോന്നി. അവൻ ആ തുരുമ്പിച്ച ഗേറ്റിന്റെ കമ്പികളിൽ മുറുകെ പിടിച്ചു. അവന്റെ കണ്ണുകളിൽ നിന്നും ചൂടുള്ള കണ്ണുനീർ ഒഴുകി. അവൾ പോയി, ഒരു വാക്കുപോലും പറയാതെ. അവന്റെ വിജയത്തിന്റെ മധുരം നുണയാൻ കാത്തുനിൽക്കാതെ. അവന്റെ കൽബിലെ വെളിച്ചവും കൊണ്ടാണ് അവൾ പോയത്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിന്റെ വലിയ ഗേറ്റ് കടക്കുമ്പോൾ ഷാഹിന്റെ ഹൃദയം ഒരു വിചിത്രമായ ഭാരത്താൽ നിറഞ്ഞിരുന്നു. കല്ലായിപ്പുറത്തെ വിജയത്തിന്റെ മധുരം അവന്റെ നാവിലുണ്ടായിരുന്നില്ല. പകരം ലൈലയെ നഷ്ടപ്പെട്ടതിന്റെ കയ്പായിരുന്നു. അവന്റെ കയ്യിൽ ഒരു പഴയ പെട്ടിയുണ്ടായിരുന്നു. അതിൽ ഉമ്മ മടക്കിവെച്ച 2 ജോഡി വസ്ത്രങ്ങളും അവന്റെ സർട്ടിഫിക്കറ്റുകളും പിന്നെ ലൈബ്രറിയിൽ നിന്നെടുത്ത കുറച്ച് പഴയ പുസ്തകങ്ങളും. അവന്റെ കയ്യിൽ അവൾ തന്ന 250 രൂപയുടെ ഓർമ്മയും. ഹോസ്റ്റൽ ജീവിതം അവന് പുതിയൊരു പരീക്ഷണമായിരുന്നു. 4 പേർ താമസിക്കുന്ന ആ ചെറിയ മുറിയിൽ അവനൊരു അന്യഗ്രഹ ജീവിയെപ്പോലെ ഒതുങ്ങിക്കൂടി. സഹപാഠികൾ പുതിയ ബ്രാൻഡ് വസ്ത്രങ്ങളെക്കുറിച്ചും സിനിമകളെക്കുറിച്ചും സംസാരിച്ചപ്പോൾ ഷാഹിൻ തന്റെ പഴയ പുസ്തകങ്ങളിലേക്ക് മുഖം പൂഴ്ത്തി. രാത്രികളിൽ അവർ പുറത്തുപോയി ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ മെസ്സിലെ തണുത്ത ചോറും കറിയും കഴിച്ച് വിശപ്പടക്കി. പലപ്പോഴും അടുത്ത ദിവസത്തെ ചെലവിനായി അവൻ അത്താഴമൊഴിവാക്കി പൈപ്പിലെ വെള്ളം കുടിച്ച് വയറു നിറച്ചു. ക്ലാസുകൾ ഒരു പുതിയ ലോകമായിരുന്നു. പക്ഷേ അവിടെയും അവന്റെ ദാരിദ്ര്യം അവനെ വേട്ടയാടി. പ്രാക്ടിക്കൽ റെക്കോർഡുകൾ വാങ്ങാനും പുതിയ പുസ്തകങ്ങൾ വാങ്ങാനും പണമില്ലാതെ അവൻ വിഷമിച്ചു. ലൈബ്രറിയിലെ പഴയ പുസ്തകങ്ങളായിരുന്നു അവന്റെ ഏക ആശ്രയം. അവന്റെ ഈ ഒറ്റപ്പെട്ട ജീവിതം ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസർ കോയയുടെ ശ്രദ്ധയിൽപ്പെട്ടു. കർക്കശക്കാരനും തമിഴ് കലർന്ന മലയാളം സംസാരിക്കുന്നവനുമായ അദ്ദേഹം ഷാഹിന്റെ കണ്ണുകളിലെ തീക്ഷ്ണത തിരിച്ചറിഞ്ഞു. ഒരു ദിവസം ലൈബ്രറിയിൽ വെച്ച് അദ്ദേഹം ഷാഹിനെ തടഞ്ഞു നിർത്തി. ഷാഹിൻ, നിന്റെ പേപ്പറുകൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. നല്ല കഴിവുണ്ട്. പക്ഷേ എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താണ് നിന്റെ വിഷമം? ഷാഹിൻ ആദ്യം ഒന്നും മിണ്ടിയില്ല. പക്ഷെ പ്രൊഫസറുടെ സ്നേഹത്തോടെയുള്ള ചോദ്യം ചെയ്യലിനു മുന്നിൽ അവൻ തന്റെ അവസ്ഥ തുറന്നു പറഞ്ഞു. അന്ന് വൈകുന്നേരം പ്രൊഫസർ കോയ അവനെ തന്റെ ക്വാർട്ടേഴ്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ ഭാര്യ അവന് ചൂടുള്ള ദോശയും ചട്നിയും വിളമ്പി. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടായിരുന്നു അവൻ വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നത്. ജീവിതം ഒരു കണക്കുപോലെയാണ് ഷാഹിൻ. ശരിയായ ഫോർമുല ഉപയോഗിച്ചാൽ എത്ര വലിയ പ്രശ്നവും പരിഹരിക്കാം, അദ്ദേഹം പറഞ്ഞു. അന്നു മുതൽ പ്രൊഫസർ കോയ അവനൊരു വഴികാട്ടിയായി. അദ്ദേഹം അവന് പഴയ പുസ്തകങ്ങൾ നൽകി, സെമിനാറുകളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാൻ പ്രോത്സാഹിപ്പിച്ചു, ചെറിയ ട്യൂഷനുകൾ തരപ്പെടുത്തിക്കൊടുത്തു. ആ കരുതലിൽ ഷാഹിൻ വീണ്ടും ചിറകടിച്ചു. അവൻ കോളേജിലെ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയായി മാറി. ക്ലാസ് കഴിഞ്ഞ് കിട്ടുന്ന സമയങ്ങളിൽ അവൻ ചെറിയ ജോലികൾ ചെയ്തു. ഒരു ഹോട്ടലിൽ പാത്രം കഴുകിയും ട്യൂഷൻ എടുത്തും അവൻ പണം കണ്ടെത്തി. ഓരോ രൂപ എണ്ണിയെടുക്കുമ്പോഴും അവന്റെ മനസ്സിൽ ലൈലയുടെ മുഖം തെളിയും. ഒരു നാൾ ഞാൻ നിന്നെ കണ്ടെത്തും ലൈല. ഈ ഷാഹിൻ ഒരു പരാജിതനല്ലെന്ന് എനിക്ക് നിനക്ക് മുന്നിൽ തെളിയിക്കണം.
ആ വാശിയായിരുന്നു അവന്റെ ഇന്ധനം. ലൈല. ആകാശവും ഭൂമിയും ഒന്നായി കരഞ്ഞ ഒരു രാത്രിയിലാണ് ലൈലയും കുടുംബവും കല്ലായിപ്പുറം വിട്ടത്. ഒരു പഴയ ലോറിയുടെ പിന്നിൽ ടാർപോളിൻ ഷീറ്റിനടിയിൽ ഉമ്മയെയും അനിയത്തി അമ്നയെയും ചേർത്തു പിടിച്ചിരിക്കുമ്പോൾ ലൈലയുടെ കൽബ് മരവിച്ചിരുന്നു. അഭിമാനത്തോടെ തലയുയർത്തി നടന്ന ബാപ്പ ആ ഇരുട്ടിൽ ഒരു നിഴലുപോലെ ചുരുങ്ങിയിരിക്കുന്നത് അവൾ കണ്ടു. ഓരോ കിലോമീറ്റർ പിന്നിടുമ്പോഴും അവൾ തന്റെ സ്വപ്നങ്ങളെയും ഓർമ്മകളെയും കല്ലായിപ്പുറത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. അവർ കോഴിക്കോട് നഗരത്തിന്റെ ഒരു കോണിലുള്ള ഒരു പഴയ വാടക വീട്ടിൽ ജീവിതം പുനരാരംഭിച്ചു. അപരിചിതമായ മുഖങ്ങൾ, അപരിചിതമായ വഴികൾ. അബൂബക്കർ സാഹിബ് ആ വീഴ്ചയിൽ നിന്നും കരകയറിയില്ല. പകൽ മുഴുവൻ അദ്ദേഹം മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടി. രാത്രികളിൽ ചുമരിലെ നിഴലുകളെ നോക്കി നെടുവീർപ്പിട്ടു. അദ്ദേഹത്തിന്റെ ആരോഗ്യം ക്ഷയിച്ചു, ഓർമ്മകൾ മാഞ്ഞു തുടങ്ങി. ഒടുവിൽ ഒരു പ്രഭാതത്തിൽ ആരും കേൾക്കാതെ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ആ മരണത്തോടെ ലൈലയുടെ ജീവിതം മാറി. ഡോക്ടറാകണമെന്ന സ്വപ്നങ്ങളുടെ പുസ്തകം അവൾ എന്നേക്കുമായി മടക്കിവെച്ചു. ഉമ്മയുടെയും അനിയത്തിയുടെയും മുഖമായിരുന്നു അവളുടെ മുന്നിൽ. 18-ാം വയസ്സിൽ അവൾ ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ആദ്യം ഒരു തുണിക്കടയിൽ സെയിൽസ് ഗേളായി. അവിടെ വെച്ച് പല മോശം നോട്ടങ്ങളെയും സംസാരങ്ങളെയും അവൾക്ക് നേരിടേണ്ടി വന്നു. ആത്മാഭിമാനം മുറിപ്പെട്ടപ്പോൾ അവൾ ആ ജോലി ഉപേക്ഷിച്ചു. പിന്നീട് ഒരു ബേക്കറിയിൽ പലഹാരങ്ങളുണ്ടാക്കുന്ന ജോലിക്ക് കൂടി. പൊള്ളുന്ന ചൂടിനു മുന്നിൽ നിൽക്കുമ്പോഴും അവളുടെ മനസ്സിൽ അനിയത്തിയുടെ വിദ്യാഭ്യാസമായിരുന്നു. ഇത്താത്ത, എനിക്ക് പുതിയ പുസ്തകം വേണം എന്ന് അമ്ന പറയുമ്പോൾ കയ്യിലെ പൊള്ളലുകൾ അവൾ മറക്കും. കൂടുതൽ വരുമാനം ലഭിക്കുമെന്നറിഞ്ഞാണ് അവൾ കൊച്ചിയിലേക്ക് വണ്ടി കയറിയത്. ഒരു വലിയ ക്ലീനിംഗ് ഏജൻസിയിൽ ജോലിക്കാരിയായി. വലിയ ഫ്ളാറ്റുകളിലെയും ഓഫീസുകളിലെയും തിളങ്ങുന്ന നിലങ്ങൾ തുടയ്ക്കുമ്പോൾ അവൾ സ്വന്തം ജീവിതത്തിലെ മാഞ്ഞുപോയ തിളക്കത്തെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ ശ്രമിച്ചു. ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ ക്ഷീണിച്ച് മെലിഞ്ഞ ശരീരവുമായി അവൾ വാടകമുറിയിലെത്തുമ്പോൾ ജനലിലൂടെ കാണുന്ന ആകാശത്തിലെ നിലാവിനോട് അവൾ ചോദിക്കും, എന്റെ ഷാഹിൻ എവിടെയായിരിക്കും? അവൻ എന്നെപ്പോലെ കഷ്ടപ്പെടുന്നുണ്ടാകുമോ? 4 വർഷങ്ങൾ ഒരു മിന്നായം പോലെ കടന്നുപോയി. യൂണിവേഴ്സിറ്റിയിലെ 1-ാം റാങ്കുകാരനായി ഷാഹിൻ പുറത്തിറങ്ങുമ്പോൾ അവന്റെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമല്ല, നെഞ്ചിൽ ഒരു വലിയ സ്വപ്നവുമുണ്ടായിരുന്നു. ക്യാമ്പസ് ഇന്റർവ്യൂവിൽ ലഭിച്ച ജോലിയിൽ പ്രവേശിക്കാൻ കൊച്ചിയിലേക്ക് വണ്ടി കയറുമ്പോൾ അവന്റെ മനസ്സിൽ ഒരൊറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ, ലൈല. കൊച്ചിയിലെ ഒരു ചെറിയ ലോഡ്ജ് മുറിയുടെ ജനലിലൂടെ നഗരത്തിന്റെ പ്രകാശത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അവൻ ഓർത്തു, ഈ നഗരത്തിലെവിടെയോ, ഈ തിരക്കുകൾക്കിടയിൽ, ഈ വെളിച്ചങ്ങൾക്കിടയിൽ അവൾ ഉണ്ടാകുമോ? അതേ രാത്രി കൊച്ചിയുടെ മറ്റൊരു കോണിൽ ഒരു ഇടുങ്ങിയ വാടകമുറിയുടെ ജനലിലൂടെ അതേ ആകാശത്തേക്ക് നോക്കി ലൈലയും നെടുവീർപ്പിട്ടു. ഒരു ദിവസത്തെ കഠിനാധ്വാനം കഴിഞ്ഞ് ക്ഷീണിച്ചവശയായി അവൾ കിടക്കുകയായിരുന്നു. അവളുടെ ഓർമ്മകളിൽ കല്ലായിപ്പുറത്തെ പെരുന്നാൾ രാവും ഒരു ജോഡി സ്നേഹമുള്ള കണ്ണുകളും തെളിഞ്ഞുവന്നു. അവർ ഒരേ ആകാശത്തിന് കീഴിലായിരുന്നു. പക്ഷേ അവർക്കിടയിൽ വർഷങ്ങളുടെ ദൂരവും വിധിയുടെ വലിയ മതിലുകളുമുണ്ടായിരുന്നു. കൊച്ചി നഗരം തിരക്കുകളുടെ ഒരു കുത്തൊഴുക്കായിരുന്നു. ആ ഒഴുക്കിൽ ഷാഹിൻ അതിവേഗം നീന്തി. അവൻ ജോലി ചെയ്തിരുന്ന സോഫ്റ്റ്വെയർ കമ്പനിയിൽ അവന്റെ കഴിവും ആശയങ്ങളും പെട്ടെന്നുതന്നെ ശ്രദ്ധിക്കപ്പെട്ടു. ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനവും അവന്റെ കൂട്ടുകാരായി. അവന്റെ പ്രോജക്റ്റുകൾ കമ്പനിക്ക് വലിയ വിജയങ്ങൾ നേടിക്കൊടുത്തു. ഈ യാത്രയിൽ അവനൊരു നല്ല സുഹൃത്തിനെ സമ്പാദിച്ചു, വിക്രം. ഡൽഹിയിൽ നിന്നുള്ള പ്രായോഗികമായി ചിന്തിക്കുന്ന ഒരു മിടുക്കൻ. ഷാഹിന്റെ സ്വപ്നങ്ങൾക്ക് വിക്രം ചിറകുകൾ നൽകി. അവർ ഒരുമിച്ച് ആ ജോലി ഉപേക്ഷിച്ച് സ്വന്തമായി ഒരു കമ്പനി തുടങ്ങി, SA ടെക് സൊല്യൂഷൻസ്. ഷാഹിൻ അലി എന്നതിന്റെ ചുരുക്കപ്പേര്. വർഷങ്ങൾ കടന്നുപോയി. SA ഗ്രൂപ്പ് കൊച്ചിയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ടെക് കമ്പനികളിലൊന്നായി മാറി. ഷാഹിൻ അലി എന്ന പേര് ബിസിനസ് ലോകത്ത് ബഹുമാനത്തോടെ ഉച്ചരിക്കപ്പെട്ടു. പക്ഷേ ഈ വിജയങ്ങളുടെ എല്ലാം നെറുകയിൽ നിൽക്കുമ്പോഴും അവന്റെ കൽബിലെ ഒരു കോണിൽ കല്ലായിപ്പുറത്തെ ആ പെൺകുട്ടിയുടെ ഓർമ്മകൾ ഒരു വിങ്ങലായി നിന്നു. അവൻ അവളെ ഒരുപാട് അന്വേഷിച്ചു, പക്ഷേ ഒരു തുമ്പും കിട്ടിയില്ല. വിജയത്തിന്റെ പ്രതീകമെന്നോണം കൊച്ചി നഗരത്തിലെ ഏറ്റവും വലിയ ഫ്ളാറ്റ് സമുച്ചയങ്ങളിലൊന്നിൽ കടലിനെ നോക്കിയിരിക്കുന്ന ഒരു പെൻഹൗസ് അവൻ സ്വന്തമാക്കി. അതിന്റെ അവസാന മിനുക്കുപണികൾ നോക്കിക്കാണാൻ എത്തിയതായിരുന്നു അവൻ. കൂടെ വിക്രമുമുണ്ടായിരുന്നു. ഷാഹിൻ, ഈ വ്യൂ കൊള്ളാം, പക്ഷെ നീ എന്തിനാണ് ഒറ്റയ്ക്ക് ഇത്രയും വലിയൊരു ഫ്ളാറ്റിൽ? വിക്രം ചോദിച്ചു.
ഷാഹിൻ ഒരു പുഞ്ചിരിയോടെ കടലിലേക്ക് നോക്കി. ഒറ്റയ്ക്കല്ല വിക്രം, എന്റെ സ്വപ്നത്തിലെ ഒരാളുണ്ട്. അവൾ വന്നാൽ ഈ വീട് നിറയും. അവൻ ബാൽക്കണിയിലേക്ക് നടന്നു. അവിടുത്തെ ഗ്ലാസ് ഭിത്തി തുടയ്ക്കുന്ന ജോലിക്കാരിയെ അവൻ ശ്രദ്ധിച്ചു. മുഖം മാസ്ക് കൊണ്ട് മറച്ചിരുന്നു. അവളുടെ കൈകൾ വേഗത്തിൽ ചലിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു നിമിഷം വെളിച്ചം അവളുടെ കണ്ണുകളിൽ തട്ടിയപ്പോൾ ഷാഹിൻ നിശ്ചലനായി. ആ കണ്ണുകൾ വർഷങ്ങൾക്കിപ്പുറവും ഒരു പോറൽ പോലുമേൽക്കാതെ അവന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച അതേ കണ്ണുകൾ. ലൈല. അവന്റെ ശബ്ദം ഒരു നേർത്ത വിറയലായി പുറത്തു വന്നു. ആ വിളി കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു. മുന്നിൽ നിൽക്കുന്ന ആളെ തിരിച്ചറിഞ്ഞ നിമിഷം അവളുടെ കണ്ണുകളിൽ ഭയവും അമ്പരപ്പും നിറഞ്ഞു. കയ്യിലുണ്ടായിരുന്ന തുണി താഴെ വീണു. ഒരു നിമിഷം അവൾ തറഞ്ഞു നിന്നു. പിന്നെ ഒന്നും മിണ്ടാതെ, ആരെയും നോക്കാതെ അവൾ അവിടെ നിന്നും ഓടിയിറങ്ങി. ഷാഹിൻ, ആരാത്? വിക്രം ചോദിച്ചു. എന്റെ ലൈല, അവൻ ഒരു മന്ത്രം പോലെ പറഞ്ഞു. അവൻ അവളുടെ പിന്നാലെ ഓടി. പക്ഷെ അപ്പോഴേക്കും അവൾ ലിഫ്റ്റിൽ കയറി അപ്രത്യക്ഷയായിരുന്നു. അവൻ ഭ്രാന്തനെപ്പോലെ സെക്യൂരിറ്റി റൂമിലേക്ക് ഓടി. ക്ലീനിംഗ് ഏജൻസിയുടെ വിലാസം സംഘടിപ്പിച്ചു. പക്ഷേ അവിടെയെത്തിയപ്പോൾ അവർ പറഞ്ഞത് ലൈല എന്ന ജോലിക്കാരി അന്ന് പെട്ടെന്ന് ജോലി രാജിവെച്ചു പോയി എന്നായിരുന്നു. അവൾ വീണ്ടും അപ്രത്യക്ഷയായി. ദിവസങ്ങളോളം ഷാഹിൻ ഒരു സ്വപ്നത്തിലെന്ന പോലെ നടന്നു. വിക്രമിനോട് അവൻ എല്ലാം തുറന്നു പറഞ്ഞു. ഒരു ക്ലീനിംഗ് സ്റ്റാഫ്. ഷാഹിൻ, ബി റിയലിസ്റ്റിക്. നീ ഇന്ന് ആരാണെന്നോർക്കണം. നിന്റെ ശത്രുക്കൾ ഇതറിഞ്ഞാൽ. വിക്രം അവനെ ഉപദേശിച്ചു. അവൾ ക്ലീനിംഗ് സ്റ്റാഫ് അല്ല വിക്രം. അവൾ എന്റെ കൽബിലെ വെളിച്ചമാണ്, ഷാഹിൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അതേസമയം ഷാഹിന്റെ വളർച്ചയിൽ അസൂയ പൂണ്ട പലരും ബിസിനസ് ലോകത്തുണ്ടായിരുന്നു. അതിലൊരാൾ കല്ലായിപ്പുറത്തെ ജലീലായിരുന്നു. അവന്റെ കുടുംബം പിന്നീട് കരകയറിയിരുന്നു. ദുബായിലെ ബിസിനസ്സിൽ അവനും വിജയിച്ചു. ഇപ്പോൾ കൊച്ചിയിൽ SA ഗ്രൂപ്പിന്റെ പ്രധാന എതിരാളികളിൽ ഒരാളായിരുന്നു അവൻ. ഷാഹിന്റെ ഭൂതകാലത്തെക്കുറിച്ച് അറിയാവുന്ന ജലീൽ അവന്റെ ഈ ബലഹീനത തിരിച്ചറിഞ്ഞു. ഷാഹിൻ ഒരു പെൺകുട്ടിയെ അന്വേഷിച്ചു നടക്കുന്നുണ്ടെന്ന വാർത്തയറിഞ്ഞപ്പോൾ അവൻ ചിന്തിച്ചു, ആ പഴയ ഭിക്ഷക്കാരന് ഇപ്പോഴും അവളെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ? ഷാഹിൻ തന്റെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ച് ലൈലയെ അന്വേഷിച്ചു. ഒടുവിൽ അവളെ കണ്ടെത്തി. നഗരത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ചോർന്നൊലിക്കുന്ന മേൽക്കൂരയും ഇടുങ്ങിയ മുറികളുമുള്ള ഒരു വാടക വീട്ടിൽ. അവൻ ആ വാതിലിൽ മുട്ടി. വാതിൽ തുറന്ന ലൈല അവനെ കണ്ട് ഞെട്ടി. അവളുടെ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, കത്തുന്ന ഒരുതരം രോഷമായിരുന്നു. എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്റെ ജീവിതം നശിപ്പിക്കാനാണോ? അവൾ പരുഷമായി ചോദിച്ചു. ലൈല, ഞാൻ... വേണ്ട, ഒന്നും പറയണ്ട. ഞാൻ പഴയ ലൈലയല്ല. നിങ്ങളുടെ ഔദാര്യവും സഹതാപവും എനിക്ക് വേണ്ട. ദയവായി എന്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് പോയി തരണം. നിനക്ക് പഠിക്കണ്ടേ ലൈല? നിന്റെ അനിയത്തിക്ക്. അതൊന്നും നിങ്ങൾ അറിയണ്ട. ഞങ്ങൾ ജീവിച്ചോളാം. എന്റെ ബാപ്പ കാരണം ഒരുപാട് പേർ വിഷമിച്ചു. അതിന്റെ പേരിൽ തലകുനിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇനി എന്റെ പേരിൽ നിങ്ങളും സമൂഹത്തിനു മുന്നിൽ ചെറുതാകാൻ ഞാൻ സമ്മതിക്കില്ല. അവൾ വാതിൽ അവന്റെ മുഖത്തിനു നേരെ കൊട്ടിയടച്ചു. ആ അടഞ്ഞ വാതിലിനു മുന്നിൽ ഷാഹിൻ നിസ്സഹായനായി നിന്നു. പണം കൊണ്ടോ അധികാരം കൊണ്ടോ അവളുടെ കൽബിലെ വാതിൽ തുറക്കാൻ കഴിയില്ലെന്ന് അവന് മനസ്സിലായി. അവളുടെ ആത്മാഭിമാനം ഒരു വലിയ കോട്ട പോലെ അവൾക്ക് ചുറ്റും നിൽക്കുകയായിരുന്നു. അവൻ നിരാശയോടെ തിരികെ നടക്കുമ്പോൾ ദൂരെ ഒരു കാറിന്റെ നിഴലിൽ നിന്ന് ജലീൽ അത് കണ്ട് ക്രൂരമായി ചിരിക്കുന്നുണ്ടായിരുന്നു. ഷാഹിനെ തകർക്കാനുള്ള ഏറ്റവും വലിയ ആയുധം തന്റെ കയ്യിൽ വന്നു ചേർന്നിരിക്കുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞു. അടഞ്ഞ വാതിലിനു മുന്നിൽ നിന്ന് മടങ്ങുമ്പോൾ ഷാഹിൻ ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു. ലൈലയുടെ ഹൃദയത്തിലേക്കുള്ള വഴി പണം കൊണ്ടോ അധികാരം കൊണ്ടോ തുറക്കാൻ കഴിയില്ല. അവളുടെ ആത്മാഭിമാനത്തെ ബഹുമാനിച്ചുകൊണ്ട് ഒരു നിഴൽ പോലെ കൂടെ നിൽക്കാനേ തനിക്ക് കഴിയൂ. അവൻ അവളെ ശല്യം ചെയ്തില്ല. പകരം ഒരു കാവൽ മാലാഖയെപ്പോലെ അവൻ അവളുടെ ജീവിതത്തെ നിരീക്ഷിച്ചു. ലൈലയുടെ അനിയത്തി അംന കോളേജിൽ മിടുക്കിയാണെന്ന് അവൻ മനസ്സിലാക്കി. അവൾ ചേച്ചിയെപ്പോലെയായിരുന്നില്ല. ജീവിതത്തോട് കൂടുതൽ പ്രായോഗികമായി ചിന്തിക്കുന്ന സ്വപ്നങ്ങളുള്ള ഒരു കുട്ടിയായിരുന്നു. ഒരു ദിവസം അംനയോട് അവളുടെ കോളേജിലെ പ്രിൻസിപ്പൽ പറഞ്ഞു, അംന, നിനക്ക് SA ഫൗണ്ടേഷന്റെ ഒരു സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. നിന്റെ മുഴുവൻ പഠനച്ചെലവും ഇനി അവർ നോക്കിക്കോളും. അംനയ്ക്കത് വിശ്വസിക്കാനായില്ല. വീട്ടിലെത്തിയ അവൾ സന്തോഷത്തോടെ ആ വിവരം ലൈലയോട് പറഞ്ഞു. ലൈലയുടെ നെറ്റി ചുളിഞ്ഞു.
ഫൗണ്ടേഷനോ? ഷാഹിൻ അലിയുടെ കമ്പനിയല്ലേ അത്? അതെ ഇത്താത്ത. പക്ഷേ ഇത് നമ്മുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയതാണ്. ഇതിൽ ഔദാര്യമൊന്നുമില്ല, അമ്ന വാദിച്ചു. ആ രാത്രി ആ വീട്ടിൽ ആദ്യമായി ലൈലയുടെ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. ഇത്താത്തയുടെ ഈ വാശി കാരണം നമ്മൾ എങ്ങോട്ടാ എത്തുന്നത്? നല്ലൊരു അവസരം കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അമ്നയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ലൈല മൗനം പാലിച്ചു. അതേസമയം ജലീൽ തന്റെ ക്രൂരമായ കളികൾക്ക് മൂർച്ച കൂട്ടുകയായിരുന്നു. ലൈലയെയും കുടുംബത്തെയും അവൻ നിരീക്ഷിച്ചു. അവരുടെ ദാരിദ്ര്യം അവന്റെ കണ്ണുകളിൽ ഒരുതരം ആനന്ദം നിറച്ചു. ഷാഹിനെ തകർക്കാൻ ലൈലയെ മുറിവേൽപ്പിക്കണമെന്ന് അവനറിയാമായിരുന്നു. ലൈലയുടെ ഉമ്മ ഫാത്തിമ ബീവി ചെറിയ കാറ്ററിംഗ് ഓർഡറുകൾ എടുത്ത് കുടുംബം പുലർത്താൻ സഹായിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഒരു വലിയ കല്യാണ ഓർഡർ ലഭിച്ചു. ആ കുടുംബത്തിന്റെ ഒരു മാസത്തെ ചെലവിനുള്ള പണം അതിൽ നിന്ന് കിട്ടുമായിരുന്നു. പക്ഷേ കല്യാണത്തിന്റെ തലേദിവസം അവർ സാധനങ്ങൾ വാങ്ങിവെച്ച കടയുടെ ഉടമസ്ഥൻ വന്ന് ആ ഓർഡർ റദ്ദാക്കിയതായി അറിയിച്ചു. ജലീൽ ആ കല്യാണ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി ആ ഓർഡർ മുടക്കിയതായിരുന്നു. ആ രാത്രി ആ വീട്ടിൽ പട്ടിണിയായിരുന്നു. ഫാത്തിമ ബീവി തളർന്നിരുന്നു. അമ്ന കരഞ്ഞുകൊണ്ട് ലൈലയോട് ചോദിച്ചു, ഇനിയും എന്തിനാ ഇത്താത്ത ഈ വാശി? നമ്മളിവിടെ കഷ്ടപ്പെട്ട് മരിക്കണോ? ലൈലയുടെ ഹൃദയം തകർന്നു. തന്റെ ആത്മാഭിമാനം കുടുംബത്തിനൊരു ഭാരമാകുകയാണോ എന്ന് അവൾ ആദ്യമായി ചിന്തിച്ചു. ഈ വിവരങ്ങളെല്ലാം ഷാഹിൻ അറിയുന്നുണ്ടായിരുന്നു. അവൻ നേരിട്ട് ഇടപെട്ടില്ല. പക്ഷേ പിറ്റേ ദിവസം അവന്റെ കമ്പനിയിലെ വൈസ് പ്രസിഡന്റായ വിക്രം ഒരു വലിയ ഫയലുമായി അവരുടെ വീട്ടുപടിക്കൽ വന്നു. ഫാത്തിമ ബി അല്ലേ? ഞങ്ങളുടെ കമ്പനിയുടെ ആനുവൽ ഫാമിലി മീറ്റിന്റെ കാറ്ററിംഗ് കോൺട്രാക്റ്റ് നിങ്ങൾക്കാണ്. ഇതൊരു പ്രൊഫഷണൽ ഡീലാണ്. ഏറ്റവും നല്ല കൊട്ടേഷനാണ് നിങ്ങളുടേത്, അവൻ പറഞ്ഞു. ലൈലയ്ക്ക് കാര്യം മനസ്സിലായി. ഇത് ഷാഹിന്റെ കളിയാണെന്ന്. അവൾ എതിർക്കാൻ തുടങ്ങിയതും അവളുടെ ഉമ്മ ഇടയ്ക്ക് കയറി. ഞങ്ങൾ ഈ ഓർഡർ എടുക്കാം സാറേ. ആദ്യമായി ലൈല ഉമ്മയെ അനുസരിച്ചു. ആത്മാഭിമാനത്തേക്കാൾ വലുതാണ് തന്റെ കുടുംബത്തിന്റെ വിശപ്പെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു. ജലീലിന്റെ ദേഷ്യം ഇരട്ടിച്ചു. അവന്റെ അടുത്ത നീക്കം കൂടുതൽ ക്രൂരമായിരുന്നു. അവർ താമസിക്കുന്ന വാടക വീടിന്റെ ഉടമസ്ഥനെ സ്വാധീനിച്ച് കുടിശ്ശികയുടെ പേരു പറഞ്ഞ് അവരെ ഇറക്കിവിടാൻ ശ്രമിച്ചു. ഒരു വൈകുന്നേരം അവർ വീട്ടിലെത്തുമ്പോൾ അവരുടെ സാധനങ്ങളെല്ലാം പുറത്തിട്ടിരിക്കുന്നത് കണ്ടു. ഇറങ്ങിപ്പോകണം ഇവിടുന്ന്, നാളെ നേരം വെളുക്കുന്നതിന് മുൻപ് കണ്ടുപോകരുത്, വീട്ടുടമസ്ഥൻ ആക്രോശിച്ചു. തെരുവിൽ അപരിചിതമായ നഗരത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ ആ 3 പെണ്ണുങ്ങളും നിസ്സഹായരായി നിന്നു. ലൈലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളുടെ എല്ലാ ധൈര്യവും ചോർന്നുപോയിരുന്നു. ആ നിമിഷം ഒരു രക്ഷകനെപ്പോലെ ഷാഹിൻ അവിടേക്ക് കാറോടിച്ചു വന്നു. അവൻ കാറിൽ നിന്നിറങ്ങി. അവനൊന്നും സംസാരിച്ചില്ല. അവന്റെ കണ്ണുകൾ ലൈലയുടെ നിറഞ്ഞുതുളുമ്പിയ കണ്ണുകളുമായി കോർത്തു. അവൻ വീട്ടുടമസ്ഥന് നേരെ തിരിഞ്ഞു. അവന്റെ നോട്ടത്തിലെ തീവ്രതയിൽ ആ മനുഷ്യൻ വിറച്ചുപോയി. ഇവർ ഇവിടെ തന്നെ താമസിക്കും. ഈ വീട് ഈ നിമിഷം മുതൽ എന്റേതാണ്. ഇതിന്റെ വില എത്രയാണെന്ന് വെച്ചാൽ നാളെ എന്റെ ഓഫീസിൽ വന്ന് വാങ്ങിക്കൊള്ളണം, ഷാഹിൻ പറഞ്ഞു. ലൈലയ്ക്ക് എതിർക്കാൻ വാക്കുകളുണ്ടായിരുന്നില്ല. അവളുടെ എല്ലാ കോട്ടകളും തകർന്നു വീണിരുന്നു. ആ രാത്രി അവന്റെ കാരുണ്യത്തിന്റെ തണലിൽ അവൾക്ക് അന്തിയുറങ്ങേണ്ടി വന്നു. അവൾ തോറ്റിരിക്കുന്നു. അവളുടെ ആത്മാഭിമാനം അവന്റെ കാൽക്കൽ അടിയറവ് വെച്ചിരിക്കുന്നു. പക്ഷേ ആ തോൽവിയിലും ആ കണ്ണുകളിൽ അവൾ കണ്ടത് സഹതാപമായിരുന്നില്ല. വർഷങ്ങൾ കാത്തിരുന്നിട്ടും അണഞ്ഞുപോകാത്ത പ്രണയത്തിന്റെ തീയായിരുന്നു. ഷാഹിൻ വാങ്ങിയ ആ വീട്ടിൽ ലൈലയും കുടുംബവും താമസിച്ചു തുടങ്ങി. അതൊരു വീടായിരുന്നില്ല, അവളുടെ ആത്മാഭിമാനത്തിന്റെ ശവകുടീരമായിരുന്നു. ഓരോ നിമിഷവും അവൾ സ്വയം നീറി. അവന്റെ കാരുണ്യത്തിൽ ജീവിക്കുന്നതിലും ഭേദം മരണമാണെന്ന് അവൾക്ക് തോന്നി. പക്ഷേ ഉമ്മയുടെയും അനിയത്തിയുടെയും മുഖം കാണുമ്പോൾ അവൾ ആ ചിന്തകളെ അടക്കിവെച്ചു. ഷാഹിൻ പിന്നീട് ആ വീട്ടിലേക്ക് വന്നില്ല. പക്ഷേ അവന്റെ കരുതൽ അവരെ പൊതിഞ്ഞു നിന്നു. വിക്രം വഴി ഫാത്തിമ ബീവിക്ക് കാറ്ററിംഗ് ഓർഡറുകൾ സ്ഥിരമായി ലഭിച്ചു തുടങ്ങി. അമ്നയുടെ പഠനം ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ടു പോയി. അവരുടെ ജീവിതം പച്ചപിടിച്ചു തുടങ്ങി. പക്ഷേ അത് ഷാഹിൻ നൽകിയ വെള്ളവും വളവും കൊണ്ടാണെന്ന ചിന്ത ലൈലയെ വേട്ടയാടി. ദിവസങ്ങൾ കടന്നുപോയി. കൊച്ചിയിലെ ഏറ്റവും വലിയ ഹോട്ടലിൽ വെച്ച് ഷാഹിന് ആ വർഷത്തെ യുവസംരംഭകനുള്ള ദേശീയ അവാർഡ് നൽകുന്ന ചടങ്ങ് നടക്കുകയായിരുന്നു. ബിസിനസ് ലോകത്തെ പ്രമുഖരും മന്ത്രിമാരും മാധ്യമങ്ങളും ആ ചടങ്ങിലുണ്ടായിരുന്നു.
ജലീലും ആ സദസ്സിലെ മുൻനിരയിൽ ഇരിപ്പുണ്ടായിരുന്നു, ഷാഹിന്റെ വിജയം കണ്ട് അസൂയയോടെ. അവാർഡ് ഏറ്റുവാങ്ങിയ ശേഷം ഷാഹിൻ മൈക്കിന് മുന്നിൽ വന്നു. ആയിരക്കണക്കിന് കണ്ണുകൾ അവനെ ഉറ്റുനോക്കി. നന്ദി, അവൻ തുടങ്ങി. എല്ലാവരും പറയും കഠിനാധ്വാനമാണ് വിജയത്തിന് പിന്നിലെന്ന്. ശരിയാണ്. പക്ഷേ എന്റെ ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്യാൻ എന്നെ പഠിപ്പിച്ചത് ഒരു വിശ്വാസമാണ്. വർഷങ്ങൾക്ക് മുൻപ് ഒരു പരീക്ഷ എഴുതാൻ ഫീസില്ലാതെ വിഷമിച്ചു നിന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവന്റെ കീറിയ കുപ്പായത്തിലേക്കോ പൊട്ടിയ ചെരുപ്പിലേക്കോ അല്ല, അവന്റെ കണ്ണുകളിലെ സ്വപ്നങ്ങളിലേക്കാണ് ഒരു പെൺകുട്ടി നോക്കിയത്. അവൾ നൽകിയ 250 രൂപ അതൊരു സഹായമായിരുന്നില്ല, അതൊരു നിക്ഷേപമായിരുന്നു. എന്റെ കഴിവിലുള്ള അവളുടെ വിശ്വാസം. അവൻ ഒരു നിമിഷം നിർത്തി. സദസ്സ് നിശബ്ദമായിരുന്നു. ഇന്ന് കോടികളുടെ ആസ്തിയുള്ള ഈ എസ് എ ഗ്രൂപ്പ് എന്ന സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ അവകാശി അവളാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. എന്റെ കൽബിലെ വെളിച്ചം. എന്റെ ലൈല. ആയിരക്കണക്കിന് ആളുകളുടെ കരഘോഷങ്ങൾക്കിടയിൽ ജലീലിന്റെ മുഖം വിളറി വെളുത്തു. അവൻ തോറ്റിരിക്കുന്നു, പൂർണ്ണമായി. ആ പ്രസംഗം ലൈവായി തന്റെ മൊബൈലിൽ കാണുകയായിരുന്നു ലൈല. അവളുടെ കണ്ണുനീർ ആ സ്ക്രീനിലേക്ക് ഇറ്റുവീണു. അവൻ അവളെ സഹതപിക്കുകയായിരുന്നില്ല, ലോകത്തിനു മുന്നിൽ രാജ്ഞിയായി വാഴിക്കുകയായിരുന്നു. അവളുടെ ആത്മാഭിമാനത്തിന്റെ മുറിവുകളിൽ അവൻ സ്നേഹത്തിന്റെ മരുന്ന് പുരട്ടുകയായിരുന്നു. ആ ചടങ്ങ് കഴിഞ്ഞ് രാത്രിയുടെ നിശബ്ദതയിൽ അവൻ അവളുടെ മുന്നിൽ വന്നു നിന്നു. ആ പഴയ വാടക വീടിന്റെ ഉമ്മറത്ത്. ലൈല. അവൾ തലയുയർത്തിയില്ല. അവളുടെ കണ്ണുനീർ തോർന്നിരുന്നില്ല. ഞാൻ നിന്നെ നിക്കാഹ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത് സഹതാപം കൊണ്ടല്ല. എന്റെ ഈ വിജയത്തിന് ഒരൊറ്റ കാരണമേയുള്ളൂ, അത് നീയാണ്. എന്റെ ജീവിതം മാറ്റിമറിച്ചത് നീ തന്ന ആ 250 രൂപയാണ്. അന്ന് നീ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ജയിക്കുമ്പോൾ ഒരു ബിരിയാണി വാങ്ങിത്തരണമെന്ന്. എനിക്ക് നിനക്ക് വാങ്ങിത്തരാനുള്ളത് ഒരു ദിവസത്തെ ബിരിയാണിയല്ല, ഒരു ജീവിതകാലം മുഴുവൻ സ്നേഹം കൊണ്ട് വിളമ്പുന്ന ഒരു ബിരിയാണി ചെമ്പാണ്. അവന്റെ കണ്ണുകളിലെ സ്നേഹത്തിനു മുന്നിൽ അവളുടെ എല്ലാ വാശിയും അലിഞ്ഞില്ലാതായി. ഇത്തവണ അവളുടെ കണ്ണുകൾ നിറഞ്ഞത് സന്തോഷം കൊണ്ടായിരുന്നു. തന്റെ ദാരിദ്ര്യത്തെയല്ല, തന്നെ സ്നേഹിക്കുന്ന ആ വലിയ മനസ്സിനു മുന്നിൽ അവൾ തന്റെ ജീവിതം ചേർത്തുപിടിച്ചു. 2 വർഷങ്ങൾക്ക് ശേഷം. ലൈലാസ് കിച്ചൺ എന്ന പേര് ഇന്ന് കൊച്ചിയിലെ വീടുകളിൽ സുപരിചിതമാണ്. ലൈലയുടെ ഉടമസ്ഥതയിലുള്ള ആ കാറ്ററിംഗ് ശൃംഖല നഗരത്തിലെ ഏറ്റവും മികച്ച ഒന്നായി വളർന്നിരിക്കുന്നു. അവൾ ഇന്ന് സ്വന്തം കാലിൽ നിൽക്കുന്ന ആത്മവിശ്വാസമുള്ള ഒരു സംരംഭകയാണ്. എസ് എ ഗ്രൂപ്പിന്റെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങാണ്. ഷാഹിൻ അലി പ്രസംഗപീഠത്തിൽ നിൽക്കുന്നു. സദസ്സിലെ മുൻനിരയിൽ പുഞ്ചിരിയോടെ ലൈല ഇരിക്കുന്നു. അവരുടെ കണ്ണുകൾ പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു. അടുത്ത അവധിക്ക് അവർ ഒരുമിച്ച് അവരുടെ പഴയ മഹലിലേക്ക് കല്ലായിപ്പുറത്തേക്ക് യാത്ര പോയി. ആ പള്ളിക്കുന്നിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഷാഹിൻ അവളുടെ കൈകൾ ചേർത്തുപിടിച്ചു. ഓർമ്മയുണ്ടോ ലൈല, ഇവിടെ വെച്ചാണ് നമ്മൾ പെരുന്നാളിന് കണ്ടത്. അവൾ ചിരിച്ചു. എല്ലാം ഓർമ്മയുണ്ട്. എന്റെ കൽബിലെ വെളിച്ചം നിങ്ങളായിരുന്നു ഷാഹിൻ. അവൻ അവളുടെ നെറുകയിൽ സ്നേഹത്തോടെ ചുംബിച്ചു. ദൂരെ കല്ലായിപ്പുഴ ശാന്തമായി ഒഴുകുന്നുണ്ടായിരുന്നു. അവരുടെ സ്നേഹം പോലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ശാന്തമായി ആഴത്തിൽ.